ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡം നമ്പേഴ്സാണ്. ഈ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ജനറേഷൻ ഓഫ് സം അൺപ്രഡിക്റ്റബിൾ ക്വാണ്ടിറ്റീസിൻ്റെ ബേസിലാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞു ഈ വൺ ടൈം പാഡിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. ഈ വൺ ടൈം പാഡിങ്ങിനെല്ലാം അത് എഫക്റ്റീവ്ലി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റാൻഡം കീ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡി എസിൻ്റെ കീ എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കണം, അൺപ്രഡിക്റ്റബിളും ആയിരിക്കണം. സോ നമുക്ക് പറയാൻ പറ്റും സെക്യൂരിറ്റി ഓഫ് മെനി ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജനറേഷൻ ഓഫ് അൺപ്രഡിക്റ്റബിൾ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ പറയുന്നുണ്ട് ഈ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന കീനെ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ആ കീ ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ സിസ്റ്റം അതോട് കോംപ്രമൈസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പറയാൻ പോകുന്നത് മെനി യൂസ് ഓഫ് റാൻഡം നമ്പേഴ്സ് ഇൻ ക്രിപ്റ്റോഗ്രഫിയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺസിൻ ഒതൻറ്റിക്കേഷൻ പ്രോട്ടോകോൾ ടു പ്രിവെൻറ്റ് റീപ്ലേ അറ്റാക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെഷൻ കീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് കീ ജനറേഷൻസ്. അടുത്തെന്ന് പറയുന്നത് കീ സ്ട്രീം ഫോർ വൺ ടൈം പാഡ്. ഇതൊക്കെയാണ് ചില എക്സാമ്പിൾസ് പറയുന്നത്. റാൻഡം നമ്പേഴ്സ് ക്രിപ്റ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന ചില എക്സാമ്പിൾസാണ് ഈ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ റാൻഡം നമ്പേഴ്സിൻ്റെ ജനറേഷൻ്റെ കാര്യമാണ്. ഈ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഈ ജനറേറ്റ് ചെയ്യുന്ന ഈ റാൻഡം നമ്പർ എന്ന് പറയുന്നത് ചില വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ അത് റാൻഡം ആയിരിക്കണം. അതായത് നമ്മൾ ഒരു റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ ചില ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയകൾ വെച്ച് നോക്കുമ്പം ആ ജനറേറ്റ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് റാൻഡം ആയിരിക്കണം. രണ്ട് ക്രൈറ്റീരിയാസ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസുമാണ്. ഇനി യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി സെയിം. അതായത് ആ റാൻഡം നമ്പറിലെ ഓരോ നമ്പേഴ്സിൻ്റെയും ഒക്കറൻസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നോ വൺ വാല്യൂ ഇൻ ദ സീക്വൻസ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം അതേഴ്സ്. ആ സീക്വൻസിലെ ഒരു വാല്യൂ വേറൊരു വാല്യൂന്ന് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റുന്നൊന്നാവരുത്. അതാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ റാൻഡം നമ്പേഴ്സിലെ ഓരോ നമ്പേഴ്സിൻ്റെയും ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കണം. ഇനി ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സിലെ ഒരു നമ്പറിൻ്റെ വാല്യൂ വേറൊരു നമ്പറിനെ ഒരു വാല്യൂന്ന് വേറൊരു നമ്പർ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റരുത്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രൂ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് അത് ഒരിക്കലും വളരെ ഹാർഡുമാണ് അങ്ങനെ ട്രൂ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും. മാത്രമല്ല അതിന് ചില ഫിസിക്കൽ ഫിനോമിനാസിൻ്റെ ഒക്കെ ബേസിലാണ്. സോ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഈ ട്രൂ റാൻഡം നമ്പേഴ്സിൻ്റെ ജനറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ സ്യൂഡോ റാൻഡം സോഴ്സുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്റേഴ്സാണ്. ഈ സ്യൂഡോ റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് ചില ഡിറ്റർമിനിസ്റ്റിക് അൽഗോറിതമിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡിറ്റർമിനിസ്റ്റിക് അൽഗോറിതമിക് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ജനറേറ്റ് സ്യൂഡോ റാൻഡം നമ്പേഴ്സ്. And if the algorithm is good, the resulting sequence will pass many tests of randomness created by pseudo-random number generators. അടുത്ത് നോക്കാൻ പോകുന്നത് ലീനിയർ കോൺഗ്രുവൻഷ്യൽ ജനറേറ്ററാണ്. ഈ ലീനിയർ കോൺഗ്രുവൻഷ്യൽ ജനറേറ്റർ എന്ന് പറയുന്നത്
ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ളത്. Linear congruential generator is the most common and oldest algorithm for generating pseudo-randomized numbers. The generator is defined by the recurrence relation xn plus 1 equal to axn plus c mod m. ഇതിനകത്ത് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് സ്യൂഡോ റാൻഡം നമ്പർ വാല്യൂസ് ആണ്. എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അത് മോഡുലസ് ആണ്. പിന്നെ എ എന്ന് പറയുന്നത് 0യുടെ എമ്മിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം, അത് മൾട്ടിപ്ലയർ ആണ്. സി എന്ന് പറയുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ലെസ് ദാൻ എമ്മും ആണ്, അത് ഇൻക്രിമെൻ്റ് ആണ്. പിന്നെ x0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് വാല്യൂ ആണ്, അത് എമ്മിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് നെക്സ്റ്റ് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് റാൻഡം ഇൻറ്റിജറിനെയും ഇൻറ്റിജർ കോൺസ്റ്റൻസിനെയും ഇൻറ്റിജർ മോഡുലസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അൽഗോരിതത്തിന് ഒരു ഇനീഷ്യൽ സീഡ് നമ്മൾ അല്ലെങ്കിൽ ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കണം. പിന്നെ ഈ റാൻഡംനെസ് എന്ന് പറയുന്നത് അത് ആ മോഡുലോ അരിത്തമെറ്റിക്കിനെ ബേസ് ചെയ്തിരിക്കും. Given a suitable value of parameters can produce a long random like sequence. Suitable criteria to have are function generates a full period. Generated sequence should appear random. Efficient implementation with 32-bit arithmetic. And note that an attacker can reconstruct sequence given a small number of values. Have possibilities for making this harder. ഇനി ഈ സ്യൂഡോ റാൻഡം നമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആണ്. ഈ സ്യൂഡോ റാൻഡം നമ്പർ ക്യാൻ പ്രൊഡ്യൂസ് മെനി നമ്പേഴ്സ് ഇൻ ഷോർട്ട് ടൈം ആൻഡ് ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ആപ്ലിക്കേഷൻ ദാറ്റ് നീഡ് മെനി നമ്പേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. A given sequence of number can be reproduced at a later date if the starting point of sequence is known. ഈ അൽഗോരിതം ഡിറ്റർമിനിസ്റ്റിക് ആയത് കാരണം ഒരു സെയിം നമ്മൾ ആദ്യം കൊടുത്ത ആ സീഡ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ അൽഗോരിതം വെച്ച് നമുക്ക് ഈസി ആയിട്ട് സെയിം റിസൾട്ട് തന്നെ പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിറ്റർമിനിസം ഈസ് ഹാൻഡി ഇഫ് യു നീഡ് ടു റീപ്ലേ ദ സെയിം സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അഗെയിൻ അറ്റ് ലേറ്റർ സ്റ്റേജ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആണ്. സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ആർ പീരിയോഡിക് വിച്ച് മീൻസ് ദാറ്റ് ദ സീക്വൻസ് വിൽ ഇവൻച്വലി റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. എന്ന് പറയുന്നത് സ്യൂഡോ റാൻഡം നമ്പർ ജനറേഷൻ യൂസിങ് ബ്ലോക്ക് സൈഫർ ആണ്. എന്താണ് PRNG കൺസ്ട്രക്ഷൻ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് യൂസ് എ സിമെട്രിക് ബ്ലോക്ക് സൈഫർ ആസ് ദ ഹേർട്ട് ഓഫ് PRNG മെക്കാനിസം. PRNG കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് സിമെട്രിക് ബ്ലോക്ക് സൈഫർ യൂസ് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഓരോ ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റിനും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത ഒരു ഔട്ട്പുട്ടായിരിക്കും ഈ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. For any block of plain text, a symmetric block cipher produces an output block that is apparently random. ഭയങ്കര റാൻഡം ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും ഓരോ ഇൻപുട്ടിനും. ഓരോ പ്ലെയിൻ ടെക്സ്റ്റിനും കിട്ടുന്ന കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ റാൻഡം ആയിട്ടുള്ള ഒന്നായിരിക്കും. അതായത് ദർ ഈസ് നോ പാറ്റേൺ ഓർ റെഗുലാരിറ്റീസ് ഇൻ ദ സൈഫർ ടെക്സ്റ്റ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡെഡ്യൂസ് പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് നമുക്ക് സൈഫർ ടെക്സ്റ്റ് വെച്ചിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഒരിക്കലും എന്തെങ്കിലും ഒരു റെഗുലാരിറ്റീസോ പാറ്റേണോ ഒന്നും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ട്രൂലി റാൻഡം ആയിരിക്കും ഈ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ സിമെട്രിക് ബ്ലോക്ക് സൈഫർ എന്ന് പറയുന്നത് സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് മെക്കാനിസം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ രണ്ട് അപ്രോച്ചസാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് കൗണ്ടർ മോഡാണ്, നെക്സ്റ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡാണ്. ഈ കൗണ്ടർ മോഡിൽ നമുക്കൊരു കീയും ഉണ്ടായിരിക്കും, ഒരു കൗണ്ടറും ഉണ്ടായിരിക്കും. ഓരോ പ്രാവശ്യത്തെ എൻക്രിപ്ഷൻ കഴിയുമ്പോഴും ഈ കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യും.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡലും നമുക്കൊരു കീ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് നമ്മൾ ഓരോ പ്രാവശ്യത്തെയും ഔട്ട്പുട്ടായിരിക്കും നെക്സ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതായത് ഇവിടെ സീഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും ഒരു കീയും ഉണ്ടായിരിക്കും, ഒരു കൗണ്ടർ മോഡിലൊരു കൗണ്ടറും ഉണ്ടായിരിക്കും. മറ്റേനകത്ത് നമുക്ക് ഇനീഷ്യലി ഒരു ഇൻപുട്ട് വാല്യൂ കൊടുക്കും, പിന്നെ ഓരോ പ്രാവശ്യവും പ്രീവിയസ് ഔട്ട്പുട്ട് നെക്സ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇറ്റ് ഈസ് ഓഫൺ ഫോർ ക്രിയേറ്റിംഗ് സെഷൻ കീസ് ഫ്രം മാസ്റ്റർ കീ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ANSI X9.17 PRG ആണ്. ഇതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്യൂഡോറാൻഡം നമ്പർ ജനറേറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് എന്താണ് മോസ്റ്റ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സ്കീമിലും PGPയിലും എല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്നത് DDS ആണ്. DDS വെച്ചിട്ടാണ് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് DDS 3 times യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് 2 കീസാണ് യൂസ് ചെയ്യുന്നത്. ആ സെയിം 2 കീസ് തന്നെ 3 പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. സോ എഫക്റ്റീവ്ലി ഇത് 112 ബിറ്റ് കീ യൂസ് ചെയ്യുന്ന എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ഈ സ്കീം കാണാം. ഇതിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് 2 സ്യൂഡോറാൻഡം ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഈ ആൽഗോരിതം ഫുൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈമാണ്. അത് ഓരോ പ്രാവശ്യവും ഓരോ നമ്പർ ജനറേറ്റ് ചെയ്യുന്ന സമയത്തും അപ്ഡേറ്റ് ചെയ്യും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു 64 ബിറ്റ് സീഡ് വാല്യൂ ആണ്. അത് നമ്മൾ ആ പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് ആണ് കൊടുക്കുന്ന ആ 64 ബിറ്റ് സീഡ് വാല്യൂ ആണ്. നമ്മൾ പറഞ്ഞു 2 എന്താണ് സ്യൂഡോറാൻഡം ഇൻപുട്ടുകളാണ് ഈ എൻ്റയർ അൽഗോരിതം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈമാണ്. അത് ഓരോ നമ്പർ ജനറേറ്റ് ചെയ്യുന്ന സമയത്തും അപ്ഡേറ്റ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഒരു സീഡ് വാല്യൂ ആണ്. അതും 64 ബിറ്റാണ്. അത് ഇനീഷ്യലൈസ്ഡ് ടു സം ആർബിട്രറി വാല്യൂ ആൻഡ് അപ്ഡേറ്റഡ് ഡ്യൂറിങ് ദ ജനറേഷൻ പ്രോസസ്സാണ്. ഇനി പറയുന്നത് കീസിൻ്റെ കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് 3 times DDS എൻക്രിപ്ഷൻ മൊഡ്യൂൾസാണ് യൂസ് ചെയ്യുന്നത്. 3 DDS എൻക്രിപ്ഷൻ മൊഡ്യൂൾസാണ് നമ്മൾ ഈ സ്യൂഡോ റാൻഡം നമ്പർ ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഈ 3 DDSഉം സെയിം പെയർ ഓഫ് 56 ബിറ്റ് കീസാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നു. ഇനിയെന്ന് പറയുന്നത് ഔട്ട്പുട്ട്. ദീസ് ആർ എ 64 ബിറ്റ് സ്യൂഡോ റാൻഡം നമ്പർ ആൻഡ് 64 ബിറ്റ് സീഡ് വാല്യൂ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ED എന്ന് പറഞ്ഞാൽ DDS എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, എൻക്രിപ്ഷൻ, അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ എന്താണ് RI എന്ന് കാണിച്ചേക്കുന്നത് ആണ് എന്താണ് നമ്മുടെ സ്യൂഡോ റാൻഡം നമ്പറായിട്ട് പറയുന്നത്. ഈ 64 ബിറ്റ് സീഡ് വാല്യൂ ആണ് VI+1 എന്ന് കാണിച്ചിരിക്കുന്നത്. പിന്നെ K1 K2 എന്ന് പറയുന്നത് കീ ആണ്. D2 എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം. VI എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി കൊടുക്കുന്ന സീഡ് വാല്യൂ. VI+1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സീഡ് വാല്യൂ ആണ്. ഇനി പറയാൻ പോകുന്ന Blum Blum Shub ജനറേറ്റർ. ഇതെന്ന് പറയുന്നത് ഒരു വൈഡ്ലി യൂസ്ഡ് PRNG അൽഗോരിതമാണ്. ഈ Blum Blum Shub എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് XI = XI-1 സ്ക്വയർ മോഡ് N ആണ്. ഇതിനകത്ത് N എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 ലാർജ് പ്രൈം നമ്പേഴ്സ് PQ ആണ്. ഓരോ സ്റ്റെപ്പിലും ഇത് ഒരു ഈ XI നിന്ന് ഒരു ഔട്ട്പുട്ട് ഡിറൈവ് ചെയ്തെടുക്കും. നോർമലി ഇതെന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ഓഫ് XI ആയിരിക്കും. പിന്നെ ഇതിനകത്ത് സീഡ് എന്ന് പറയുന്നത് നമ്മൾ സീഡ് വാല്യൂ ഇനീഷ്യലി കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതെന്ന് പറയുന്നത് N ആയിട്ട് കോ പ്രൈം ആയിരിക്കണം.
അത് 1 0 ആവാൻ പാടില്ല. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ 2 പ്രൈം നമ്പേഴ്സ് പിയും ക്യൂവും എടുക്കുന്നുണ്ട്. അത് രണ്ടും കോൺഗ്രുവൻറ്റ് ടു 3 mod 4 ആവണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സേഫ് പ്രൈം വിത്ത് സ്മോൾ GCD ആയിരിക്കണം. പിന്നെ ഈ അൽഗോരിതത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് റെസ്റ്റസ് ഓൺ ഡിഫിക്കൽട്ടി ഓഫ് ഫാക്ടറിങ് n ആണ്. ആൻഡ് ഈസ് അൺപ്രഡിക്റ്റബിൾ ഗിവൺ എനി നമ്പർ ഓഫ് given any run of bits. It's slow since very large numbers must be used and too slow for ciphers use and good for key generation. Next എന്ന് പറയുന്നത് നാച്ചുറൽ റാൻഡം നോയ്സ് ആണ്. The best source is natural randomness in real world. Find a regular but random event and monitor. Do generally need special hardware to do this. Example, radiation counters, radio noise, audio noise, thermal noise in diodes, leaky capacitors, mercury discharge tubes, etc. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാച്ചുറൽ റാൻഡം നോയ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡാണ് ടു പ്രൊഡ്യൂസ് റാൻഡം വാല്യൂസ്. ഇതിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അൺപ്രഡിക്റ്റബിൾ നാച്ചുറൽ പ്രോസസ്സ് അതാണ്. പ്രോസസ്സ് സച്ച് ആസ് റേഡിയേഷൻ കൗണ്ടേഴ്സ്, റേഡിയോ നോയ്സ്, അല്ലെങ്കിൽ തെർമൽ നോയ്സ് ഇൻ ഡയോഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഐഡിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഗുലർ ബട്ട് റാൻഡം ആയിട്ടുള്ള ഇവൻറ്റ് കണ്ടുപിടിച്ചിട്ട് അത് മോണിറ്റർ ചെയ്യുന്നത്. നമ്മൾ ജനറലി ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ ഇതിനു വേണ്ടി യൂസ് ചെയ്യും. എന്നിട്ട് സച്ച് ഹാർഡ്വെയർ എക്സിസ്റ്റ് ഇൻ സം ന്യൂ CPUs ആൻഡ് ക്യാൻ ഹാവ് പ്രോബ്ലം ഓഫ് ബയാസ് ഓർ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സിഗ്നൽസ് and have to compensate for this when you sample often by passing bits through a hash function. Best to only use a few noisiest bits from each sample, അതായത് the lowest order bits. RFC 4086 recommends using multiple sources plus hash. Often natural random noise will be used to supply seed for a pseudo random number generators.